സർ, ഇവിടെ സഹകരണ വകുപ്പുമായി ബന്ധപ്പെട്ട് അധികം ചർച്ചകളൊന്നും വന്നില്ല. വന്ന ചർച്ചകൾക്കൊക്കെ തന്നെ അധികം സമയമെടുക്കാതെ മറുപടി പറഞ്ഞ് അവസാനിപ്പിക്കാം. സഹകരണ മേഖലയിൽ ഈ കാലഘട്ടത്തിൽ അഭിമാനകരമായ പുരോഗതി ഉണ്ടായ കാലഘട്ടം. പ്രത്യേകിച്ചും ക്രെഡിറ്റ് സംഘങ്ങളിൽ നിക്ഷേപത്തിൻ്റെ രംഗത്തും വായ്പയുടെ രംഗത്തും വലിയ രൂപത്തിലുള്ള പുരോഗതി കൈവരിക്കാൻ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സഹകരണ മേഖല വീണ്ടും പുരോഗതിയിലേക്ക് വരുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല സൂചനകൾ മുമ്പുണ്ടായിരുന്നതിനേക്കാൾ 68 ബാങ്കുകൾ കൂടി ലാഭകരമാക്കി മാറ്റുന്ന രൂപത്തിലേക്ക് എത്തി. 900ഓളം ബാങ്കുകൾ ഇപ്പോൾ ലാഭത്തിലായിരിക്കും. ഈ വർഷത്തെ മാറ്റമാണ്. മറ്റൊന്ന്, നിക്ഷേപത്തിൻ്റെ രംഗത്ത് 2022-23 കാലഘട്ടത്തേക്കാൾ വലിയ രൂപത്തിലുള്ള വർധനവുണ്ടായിരിക്കുന്നു. 6489.84 കോടി രൂപ പ്രൈമറി സംഘങ്ങളിൽ മാത്രം ഒരു വർഷത്തെ നിക്ഷേപ വർധന വന്നിരിക്കുന്നു. അവിടുത്തെ വായ്പാ വർധനവ് 5312.34 കോടി രൂപയുടെ വർധന വന്നിരിക്കുന്നു. ഒരു വർഷത്തെ മാത്രം വർധനവാണ്. കേരള ബാങ്കിൻ്റെ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ 45 ബാങ്കുകളാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. അതിൽ 5 ബാങ്കുകൾക്ക് 50,200 പരം കോടി രൂപയുടെ വർധനവുണ്ടായി, അല്ലെങ്കിൽ ആകെ വർദ്ധിച്ചിരിക്കുന്നു. ഇപ്പോൾ കേരള ബാങ്കിന് 50,000 കോടിക്ക് മുകളിൽ അതിൻ്റെ ലോൺ വർദ്ധിച്ച് ആ കേരളത്തിലെ 45 ബാങ്കുകളിലെ 5 ബാങ്കുകളിലൊന്നായി കേരള ബാങ്ക് വളരുമ്പോൾ ഇന്ത്യയിലെ ഒന്നാമത്തെ സഹകരണ ബാങ്കായി കേരള ബാങ്ക് വളർന്നിരിക്കുന്നു എന്ന അഭിമാനം പറയുകയാണ്. അതോടൊപ്പം തന്നെ അവിടുത്തെ നിക്ഷേപത്തിലുണ്ടായിട്ടുള്ള വർധനവ് വളരെ വളരെ വിപുലമാണ്. 6,799 കോടി രൂപയുടെ വർധനവ് നിക്ഷേപത്തിലും വന്നിരിക്കുന്നു. ഇതാകെ പരിശോധിക്കുമ്പോൾ സഹകരണ മേഖലയുടെ ഈ കാലഘട്ടത്തെ നിക്ഷേപ വർധനവ് പൊതുവിലെത്തിച്ച് നിൽക്കുന്നത് 2,99,215 കോടി രൂപയിൽ പരം വന്നിരിക്കുന്നു എന്നത് അഭിമാനകരമായ നിക്ഷേപ വർധനത്തിൻ്റെ കൂടുതലാണ്. മുമ്പ് 2.5 ലക്ഷം കോടിയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. അതിനേക്കാൾ വലിയ രൂപത്തിൽ പിന്നിട്ട വർഷം നമ്മുടെ നിക്ഷേപം വർദ്ധിച്ചു വന്നിരിക്കുന്നു. വായ്പയുടെ തോത് വർദ്ധിച്ചു വന്നിരിക്കുന്നു. കേരള ബാങ്ക് ഈ രൂപത്തിലെത്തുമ്പോൾ ഈ വർഷത്തെ ലാഭം 209 കോടി രൂപയായി വന്നിരിക്കുന്നു. അങ്ങനെ ലാഭത്തിൽ, നിക്ഷേപത്തിൽ, അതോടൊപ്പം തന്നെ വായ്പയിൽ വൻതോതിലുള്ള വർധനവ് കേരള ബാങ്കിനുണ്ടായിരിക്കുന്നു. ന്യൂജൻ ബാങ്കിനോടൊപ്പം കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലുള്ള ആധുനിക സംവിധാനങ്ങളെല്ലാം നടപ്പായി കഴിഞ്ഞിരിക്കുന്നു. RTGS-ഉം നെഫ്റ്റും ഓൺലൈൻ ബാങ്കിങ് ബിസിനസ്, അവിടെ മൊബൈൽ ബാങ്കിങ്, ഇൻ്റർനെറ്റ് ബാങ്കിങ്, IMUPS, ഗൂഗിൾ പേ എല്ലാം ഉൾപ്പെടെ നടത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് ന്യൂജൻ ബാങ്കിനോടൊപ്പം കോമ്പീറ്റ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ കേരള ബാങ്ക് അതിൻ്റെ ആധുനിക സംവിധാനങ്ങൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ടുള്ള വളർച്ചയും ഉറപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ മേഖലയ്ക്ക് ഒറ്റപ്പെട്ട രൂപത്തിലുള്ള അനഭലഷണീയമായ പ്രവണതകൾ വളർന്നു വന്നപ്പോൾ ഈ മേഖലയാകെ തകർന്നു എന്ന രൂപത്തിൽ പ്രചരണം നടത്തിയവർക്കെല്ലാം മറുപടിയാണ് യഥാർത്ഥത്തിൽ കേരള ബാങ്കിൻ്റെയും പ്രൈമറി സംഘങ്ങളുടെയും ഈ കാലഘട്ടത്തിലെ നിക്ഷേപത്തിലെ വർധനവും അതോടൊപ്പം തന്നെ വായ്പയിലെ വർധനവും എന്നെടുത്ത് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം ഈ കാലഘട്ടത്തിൽ ഈ മേഖലയിൽ കൈവരിക്കാൻ കഴിഞ്ഞ നേട്ടങ്ങളുടെ മറ്റൊരു രൂപമാണ് സഹകരണ മേഖലയുടെ ഇപ്പോൾ CD റേഷ്യോ എടുത്ത് പരിശോധിച്ചാൽ കേരള ബാങ്കിൻ്റെ 75.06 അത് ഉയർന്നു നിൽക്കുന്നു. മറ്റിതര ബാങ്കുകളോട് പരിശോധിക്കുമ്പോഴാണ് ആ CD റേഷ്യോ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അതിൻ്റെ അർത്ഥം സഹകരണ മേഖലയിലെ നിക്ഷേപം ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വായ്പ കൊടുക്കുന്ന രൂപത്തിലേക്ക് ഇവിടെ തന്നെ വിനിയോഗിക്കുന്ന സ്ഥിതി വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇത് നമ്മുടെ സമ്പദ്ഘടനയിലും സാധാരണക്കാരുടെ ജീവിത രംഗത്തും വലിയ രൂപത്തിലുള്ള വളർച്ചയുണ്ടാക്കാൻ ഇടവന്ന ഘട്ടങ്ങൾ ഉയർത്തിയിരിക്കുന്നു എന്ന കാര്യവും സൂചിപ്പിക്കുകയാണ്. കാർഷിക മേഖലയിൽ ഇപ്പോൾ കേരള ബാങ്ക് നൽകിയിട്ടുള്ള വായ്പയുടെ ഉള്ളടക്കമെടുത്ത് പരിശോധിക്കുമ്പോഴും പ്രൈമറി സംഘങ്ങൾ കൊടുത്ത വായ്പയുടെ ഉള്ളടക്കമെടുത്ത് പരിശോധിക്കുമ്പോഴും കാർഷിക മേഖലയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ രൂപത്തിൽ എത്രയാണോ നിഷ്കർഷിക്കുന്നത് ആ നിഷ്കർഷിക്കുന്നതിനേക്കാൾ കൂടുതൽ വായ്പ വന്നു കഴിഞ്ഞിരിക്കുന്നു. ആ കണക്കാണ് ഞാൻ 50,200 കോടിയിൽ പരം രൂപ വന്നു എന്ന് കേരള ബാങ്കിൻ്റെ സൂചിപ്പിച്ചത്. പ്രൈമറി സംഘങ്ങളുടെ ഇതുപോലെ വന്നിരിക്കുന്നു. അതുപോലെ ചെറുകിട വ്യവസായ സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട MSME പദ്ധതികൾക്കായി വായ്പ കൊടുത്ത രംഗത്തും കേരള ബാങ്ക് മുന്നോട്ട് വന്നിരിക്കുന്നു. ഇങ്ങനെ കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും പുരോഗതി ഉറപ്പാക്കാൻ സഹായിക്കുന്ന സാഹചര്യങ്ങൾ സംജാതമാക്കിക്കൊണ്ടാണ് സഹകരണ മേഖലയുടെ പ്രയാണം അനുസ്യൂതം മുന്നോട്ട് നീങ്ങുന്നത്. മറ്റൊന്ന്, ഈ കാലഘട്ടത്തിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി
നല്ല രൂപത്തിലുള്ള ഇടപെടൽ നടത്തിയതിൻ്റെ ഫലമായി ഏതാണ്ട് ആദ്യം 12 ടൺ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് ആദ്യം എക്സ്പോർട്ട് ചെയ്തു. ഞങ്ങൾ ഫ്ലൈ ഓഫ് ചെയ്യാൻ കൊച്ചിയിൽ പോയിരുന്നു. അതിൽ നമ്മുടെ നാട്ടിലെ നിരവധി ഉൽപ്പന്നങ്ങളുണ്ട്. നമ്മുടെ തേയിലയുണ്ട്, പാട്ടുകപ്പയുണ്ട്, അതുപോലെ ചിപ്സുണ്ട്, അതുപോലെ നമ്മുടെ ഫാഷൻ ഫ്രൂട്ട്സിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുണ്ട്, അതുപോലെ നാളികേരവുമായി ബന്ധപ്പെട്ട ഓയിലടക്കമുള്ള കാര്യങ്ങളുണ്ട്, ചക്കയായി ബന്ധപ്പെട്ട വിവിധ ഉൽപ്പന്നങ്ങളുണ്ട്. അത് കൊച്ചിയിൽ നിന്ന് അത് അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിന് ഫ്ലാഗ് ഓഫ് ചെയ്യാൻ ഞാൻ പോയിരുന്നു. ഇപ്പോൾ ഗൾഫ് നാടുകളിലേക്ക് ധാരാളമായി പ്രോഡക്റ്റുകൾ എക്സ്പോർട്ട് ചെയ്യുന്ന രൂപത്തിലേക്ക് വന്നിരിക്കുന്നു. അപ്പോൾ ഭാവിയിലും സഹകരണ മേഖലയിൽ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് കാർഷിക മേഖലയിലൂടെ സഹകരണ മേഖലയുടെ കാർഷിക മേഖലയും വളരുക എന്ന കാഴ്ചപ്പാടോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപവും ഭാവവും നൽകി വരുന്നു. കൃഷി വകുപ്പുമായി ബന്ധപ്പെട്ടും ചില പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നതിൻ്റെ ഭാഗമാണ് ഏതാണ്ട് 146 സംഘങ്ങൾ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് പ്രയോജനപ്പെടുത്തി നബാർഡിൻ്റെ 2 കോടി രൂപ 1% പലിശ നിരക്കിൽ 7 വർഷത്തെ കാലാവധി കിട്ടുന്ന ഫണ്ടുണ്ട്. അതിപ്പോൾ കേരളത്തിൽ 146 സംഘം വായ്പയെടുത്ത് ശീതീകരിച്ച ഗോഡൌണിൽ ഉൽപ്പാദിപ്പിച്ചും വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചും മുന്നോട്ട് വരുന്ന സാഹചര്യം വലിയ രൂപത്തിൽ നമുക്ക് അഭിമാനത്തോടെ ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നു. ഭാവി പ്രവർത്തനങ്ങളിലും ഈ കാര്യം വലിയ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നമുക്ക് എക്സ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള എല്ലാ സംവിധാനങ്ങളും ക്രമീകരിച്ചു വരുന്നു. കൂടുതൽ സംഘങ്ങളെ ശീതീകരിച്ച ഗോഡൌണിലുണ്ടാക്കിയും അതുപോലെ ശീതീകരിച്ച വാഹനങ്ങളെടുത്ത് മാർക്കറ്റുകളിൽ കൊണ്ടുപോയി പ്രോഡക്റ്റുകൾ വിറ്റഴിക്കാനുള്ള രൂപത്തിലേക്ക് എത്തിക്കുകയാണ്. അതോടൊപ്പം സഹകരണ മേഖല ഉൽപ്പന്നങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിൻ്റെ ഭാഗമായി പ്രത്യേകമായി ഇപ്പോൾ ജില്ലാ സെൻറ്ററുകളിൽ ഒരു പ്രത്യേകമായ വിപണന കേന്ദ്രങ്ങൾ ആരംഭിച്ച് അത്തരം പ്രോഡക്റ്റുകൾ വിപണിയിലെത്തിക്കുകയും ഓൺലൈൻ ബിസിനസ്സുകൾ ആരംഭിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. മറ്റ് നിരവധി ഓൺലൈൻ ബിസിനസ്സുകൾ നടക്കുന്നതോടൊപ്പം തന്നെ ഈ പ്രോഡക്റ്റുകളും വിറ്റഴിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് ആ രംഗം വളർന്നു വരുന്നു എന്ന കാര്യം പ്രത്യേകമായി എടുത്തു സൂചിപ്പിക്കുകയാണ്. പിന്നീട് ഈ മേഖലയുടെ പ്രവർത്തനം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിക്കുന്ന നിയമപരമായ ഭേദഗതി അനിവാര്യമായൊരു ഘടകമായിരുന്നു. ഒറ്റപ്പെട്ടതെങ്കിലും ഏതെങ്കിലും തരത്തിലുണ്ടാകുന്ന അനഭിലഷണീയമായ പ്രവർത്തനങ്ങൾ തടയാൻ സഹായിക്കുകയും ചെയ്യുന്ന രൂപത്തിലുള്ള നിയമ ഭേദഗതി കൊണ്ടുവന്നു. ബഹുമാനപ്പെട്ട ചെയർ അനുവദിച്ചു തന്ന ഞങ്ങളുടെ കമ്മിറ്റി കൃത്യമായി 1 വർഷം കാലാവധി കിട്ടിയെങ്കിൽ ഞങ്ങൾ 7 മാസത്തിനുള്ളിൽ കമ്മിറ്റി സിറ്റിംഗ് നടത്തി ഐകകണ്ഠേന ബില്ല് പാസ്സാക്കി. ആ നിയമം ഒപ്പിട്ട് തരാൻ അല്പം താമസം വന്നെങ്കിലും പിന്നീട് പാസ്സായി കിട്ടിക്കഴിഞ്ഞ് കൃത്യമായി എൻ്റെ ചട്ടം കൊണ്ടുവന്നു. ആ ഭേദഗതി ആക്റ്റും റൂളുമായി അത് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടമാണുള്ളത്. അതിനനുബന്ധമായി ഇവിടെ ഒരു കാര്യം ബഹുമാനായ സണ്ണി MLA ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. അദ്ദേഹം ആ കമ്മിറ്റിയിലെ മെമ്പറായിരുന്നു. എന്തുകൊണ്ടാണ് ഈ കാര്യത്തിൽ പുതിയ 43B കൊണ്ടുവരാൻ ഇടയായ എന്ന സാഹചര്യം സന്ദർഭവശാൽ സൂചിപ്പിച്ചു പോവുകയാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ 159/2022 വിധിയിൽ സംഘങ്ങളിലെ ഭരണസമിതിക്കെതിരായ അവിശ്വാസം സംബന്ധിച്ച് വ്യക്തമായ വ്യവസ്ഥ നിശ്ചയിക്കണമെന്ന് സംസ്ഥാന ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം കൊടുത്തുകൊണ്ടുള്ള സുപ്രധാനമായൊരു വിധിയുണ്ടായി. ആ വിധിയെ തുടർന്നാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള 42B എന്ന ഭേദഗതി എന്ന കാര്യം വിനയപൂർവ്വം അങ്ങേ അറിയിക്കുകയാണ്. അത് ബന്ധപ്പെട്ട രൂപത്തിൽ ചട്ടങ്ങൾക്ക് വിധേയമായി നിന്നുകൊണ്ട് അത് പരസ്യപ്പെടുത്തി അതിന് ആക്ഷേപം കേട്ടുകൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ ഉത്തരവായിട്ടുള്ളത്. ചട്ടത്തിലെ ഈ ഭേദഗതി പ്രകാരം അവിശ്വാസം സംബന്ധിച്ച നോട്ടീസ് നൽകണമെങ്കിൽ സംഘങ്ങളിലെ മൊത്തം അംഗങ്ങളുടെ 3-1 കുറയാത്ത അംഗങ്ങളുടെ പിന്തുണയുണ്ട് എന്ന് ഉറപ്പാക്കണം. അത് കൂടുതൽ ജനാധിപത്യപരമാകുകയാണ്. ജനാധിപത്യം ധ്വംസിക്കുകയല്ലേ ഇത്. അതങ്ങയുടെ ധാരണ തെറ്റാണ് എന്ന കാര്യം ചൂണ്ടിക്കാണിക്കട്ടെ. അപാകത ജനാധിപത്യപരമായ അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഭേദഗതി നമ്മൾ ഉറപ്പാക്കിയിട്ടുള്ളത്. പൊതുയോഗം നടക്കുമ്പോൾ ഹാജരാകുന്ന അംഗങ്ങളുടെ ഭൂരിപക്ഷ തീരുമാനപ്രകാരമാണ് സഹകരണ സംഘങ്ങളിലും ഏത് ജനാധിപത്യ സംവിധാനത്തിലും തീരുമാനം കൈക്കൊള്ളുന്നത്. ആ രൂപത്തിലുള്ള ഉള്ളടക്കമാണ് അതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഭേദഗതി കൊണ്ടുവന്നത് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ സുപ്രധാനമായ വിധിയെ തുടർന്നാണ് എന്ന കാര്യം അങ്ങേ വിനയപൂർവ്വം അറിയിക്കുകയാണ്. എന്നാൽ ഈ കാര്യത്തിൽ ഞങ്ങൾ വീണ്ടും ഈ ഭേദഗതിയെല്ലാം കൊണ്ടുവന്ന് ഇപ്പോൾ ടീം ഓഡിറ്റ് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു നല്ല റിസൾട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. സഹകരണ സംഘങ്ങളിൽ മുമ്പ് കൺകറൻറ്റ് ഓഡിറ്റ് സംവിധാനം ഉണ്ടായിരുന്നു മാറി ടീം ഓഡിറ്റ് പോയി പ്രവർത്തിച്ചു തുടങ്ങിയതോട് വലിയ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. അതുപോലെ ഇൻസ്പെക്ഷൻ ടീം മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകുന്നതിൻ്റെ ഭാഗമായി കോപ്പറേറ്റീവ് ഇൻസ്പെക്ടർ മാനേജ്മെൻറ്റ് എന്ന രൂപത്തിലേക്കുള്ള പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. സീമ ആ പ്രവർത്തനങ്ങളും വളരെ സഹായകരമായി മാറുകയാണ്. മറ്റൊന്ന്, നിയമം കൊണ്ടുവന്നതിനെ തുടർന്നുണ്ടായിട്ടുള്ള വലിയ മാറ്റങ്ങൾ നമുക്ക് ഇൻസ്പെക്ഷൻ രംഗത്ത് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിലുണ്ടായിട്ടുണ്ട്. സഹകരണ ജീവനക്കാർക്കും അതേപോലെ തന്നെ നമ്മുടെ ഡയറക്ടേഴ്സിനും പ്രത്യേകമായ പരിശീലനം കൊടുക്കാൻ വേണ്ടിയുള്ള സംവിധാനം
ഈ കാലഘട്ടത്തിൽ മികവ് എന്ന രൂപത്തിൽ ട്രെയിനിങ് മൊഡ്യൂൾ തയ്യാറാക്കി നടപ്പാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ സഹകരണ മാനുവൽ ഞങ്ങൾ പരിഷ്കരിച്ച് നടപ്പാക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട്. PSCസിൽ ഞങ്ങൾ യൂണിഫോം സോഫ്റ്റ്വെയർ നടപ്പാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ അവസാന ഘട്ടത്തിലാണ്. മറ്റൊന്ന്, ഈ രംഗത്ത് പ്രധാനമായും നമുക്ക് ഈ യൂണിഫോം സോഫ്റ്റ്വെയർ വന്നു കഴിയുമ്പോൾ കുറേ കൂടി സുതാര്യമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും എന്ന കാര്യം എടുത്തിവിടെ സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന്, ഈ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇന്നിപ്പോൾ കൂടുതൽ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഭാവനാസമ്പന്നമായ ചില പ്രവർത്തനങ്ങൾ പൊതുവിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുകയാണ്. അതിലൊന്നാണ് നമ്മൾ ഫെനി നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിഷയം. അത് സംബന്ധിച്ച് പരിശോധനയൊക്കെ നടത്തി ചില സംഘങ്ങൾ അതിന് തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ പരിശോധനയാണ് സമീപകാല ഭാവിയിൽ കാർഷിക മേഖലയിൽ വലിയ രൂപത്തിൽ നമുക്ക് കശുവണ്ടി കൃഷിക്കാർക്ക് വലിയ രൂപത്തിലുള്ള അവസരമൊരുക്കുന്ന രൂപത്തിലേക്കാണ് ഫെനി നിർമ്മാണത്തെ സംബന്ധിച്ചുള്ള ഭാവി പദ്ധതികൾ ഞങ്ങൾ തയ്യാറാക്കുന്നത്. മറ്റൊന്ന്, ഹോർട്ടിക്കൾച്ചർ ഹബ്ബ് രൂപം കൊടുക്കുന്ന രൂപത്തിലേക്ക് വരികയാണ്. ആയുർധാരയുടെ നവീകരണം ഞങ്ങൾ ഉറപ്പാക്കാൻ ശ്രമിക്കുകയാണ്. സഹകരണ എക്സ്പോ ഏപ്രിൽ മാസത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് നടക്കാൻ പോവുകയാണ്. ഇപ്പം തന്നെ 412 ഇനങ്ങൾ ഞങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിപണിയിൽ എത്തിക്കുന്നുണ്ട്. അതിൻ്റെ എല്ലാം പ്രദർശനവും വിപണനവും പുത്തനാശയങ്ങൾ രൂപീകരിക്കാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള നീക്കവും ഉയർന്നു വരികയാണ്. മറ്റൊന്ന്, സഹകരണ മേഖലയിലെ നിയമനങ്ങളെല്ലാം തന്നെ ഉയർന്ന തസ്തികയിലുള്ളത് സബ്സ്റ്റാഫ് ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം റിക്രൂട്ട്മെൻറ്റ് ബോർഡിന് വിടുകയും ഇപ്പോൾ ആ നിയമനങ്ങളിൽ ഒരു ഭേദഗതി കൂടി വരുത്തിയിട്ടുള്ളത് ഭിന്നശേഷിക്കാർക്ക് 3% അത് 4% വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്ന സന്തോഷ വാർത്തയും അറിയിക്കുകയാണ്. അത് ഭിന്നശേഷിക്കാർക്ക് വലിയ രൂപത്തിലുള്ള അനുഗ്രഹമായി മാറും. അതുപോലെ ഭരണസമിതിയിൽ 40 വയസ്സിൽ താഴെയുള്ള പുരുഷനും സ്ത്രീയും ഉണ്ടായിരിക്കണമെന്ന നിയമം നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ സംഘം ജീവനക്കാരും ഭരണസമിതി അംഗങ്ങളും വലിയ രൂപത്തിലുള്ള വായ്പ എടുത്തു കഴിഞ്ഞാൽ അതെല്ലാം പിറ്റേ ജനറൽ ബോഡിയിൽ പരസ്യപ്പെടുത്തണമെന്ന കാര്യം വന്നിരിക്കുന്നു. വലിയ രൂപത്തിലുള്ള വായ്പ എടുക്കുന്നിടത്ത് അതിൻ്റെ വാല്യുവേഷനുമായി ബന്ധപ്പെട്ട് മുമ്പ് നിരന്തരം പോരായ്മകൾ പരിഹരിച്ച് അതിനൊരു ടീം, 2 മുതിർന്ന ജീവനക്കാരും 2 ഡയറക്ട് ബോർഡും ഒരു പ്രൊഫഷണൽ വാല്യുവേറ്ററും ഉണ്ടായിരിക്കണം എന്ന രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. അത് ഭാവിയിൽ വാല്യുവേഷൻ രംഗത്തുള്ള പോരായ്മകൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന സാഹചര്യം ഉറപ്പാക്കുന്നു എന്ന കാര്യവും ഇവിടെ എടുത്ത് സൂചിപ്പിക്കുകയാണ്. പിന്നീട് ഇവിടെ ചില അംഗങ്ങൾ ഉയർത്തിയിട്ടുള്ള ചില പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ബഹുമാനായ മഞ്ഞളാംകുഴി അലി സാഹിബ് ഇപ്പോൾ ഇവിടെ ഇല്ല. അദ്ദേഹം JR ഓഫീസിലെ ചില കാലതാമസങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ആ കാലതാമസങ്ങൾ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതനുസരിച്ച് ഇടപെടാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആ കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടായിട്ടുണ്ട്. ഇനി ഏതെങ്കിലും അവശേഷിക്കുന്ന പ്രശ്നങ്ങളുണ്ടെങ്കിൽ അദ്ദേഹം ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അതും പരിഹരിക്കും എന്ന കാര്യം എടുത്തിവിടെ സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന്, ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ഒരു പ്രശ്നം, ബഹുമാനപ്പെട്ട സണ്ണി ജോസഫ് ആൻസലിനോടൊരു കാര്യം പറഞ്ഞു. ആ പിതൃത്വം നിങ്ങൾ ഏറ്റെടുക്കേണ്ടത് എവിടുത്തെയാ? കരിവണ്ണൂരിൻ്റെ. എന്തുകൊണ്ടാണ് അങ്ങയുടെ നാട്ടിൽ അങ്ങ് തന്നെ നേതൃത്വം കൊടുത്തൊരു പ്രദേശത്തു നിന്ന് ഒരു സംഘം തട്ടിത്തിന്ന് എല്ലാം പൊളിഞ്ഞു പോയി അമാൽഗമേഷനിലേക്ക് കൊണ്ടുവരണം എൻ്റെ എനിക്ക് നിവേദനം തന്ന് അവരെ രക്ഷിച്ചെടുക്കാൻ ശുപാർശ ചെയ്ത് അങ്ങനെ മറന്നുപോയി. പറയുമ്പോൾ എല്ലാം സ്വയംവിമർശനമാണെങ്കിൽ അതിലൂടെ പറയണ്ടേ? അപ്പോൾ അതിൻ്റെ പിതൃത്വം ആരാ ഏറ്റെടുക്കുക? പുൽപ്പള്ളിയിലെ KPCC സെക്രട്ടറി മാസങ്ങളോളം അകത്ത് കിടന്നു തട്ടിപ്പ് കേസിൽ, അതിൻ്റെ പിതൃത്വം ആരാ ഏറ്റെടുക്കുക? അതേപോലെ തന്നെ നിങ്ങൾ കണ്ടു, ഇപ്പോൾ പെരുമ്പാവൂരിലെ UDFൻ്റെ അർബൻ ബാങ്കിൻ്റെ പ്രസിഡന്റ് ഇപ്പോൾ ജയിലില്ല. എൻ്റെ അതിൻ്റെ പിതൃത്വം നിങ്ങൾ സംസാരിക്കാതെ പോയത്? പറയുകയാണെങ്കിൽ എല്ലാം പറയണ്ടേ? അതുപോലെ നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്കമാലിയിലെ പറയാതെ പോയത്? എന്തുകൊണ്ടാണ് നിങ്ങൾ മാവേലിക്കരയിലെ പറയാതെ പോയത്? ഈ തിരുവനന്തപുരത്ത് തന്നെ ഉണ്ടല്ലോ. എൻ്റെ പറയുകയാണെങ്കിൽ എല്ലാം പറയണം. വയനാട്ടിലെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് നിങ്ങളുടെ നേതാവ് വിജയൻ മകനും ആത്മഹത്യ ചെയ്യാനിട വന്ന സംഭവം? ഈ മേഖലയിൽ നടത്തിയ കൊള്ളരുതായ്മയുടെ ഭാഗമല്ലേ? എന്നെക്കൊണ്ട് പറയിപ്പിക്കല്ലേ? പറയിപ്പിച്ചതിൽ തോന്നുന്നത് എണ്ണി അക്കമിട്ട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് കരിവണ്ണൂരിൻ്റെ കാര്യത്തിൽ ഞാനൊരു കാര്യം പറയട്ടെ. ആ ഉയർന്നു വന്ന കാര്യങ്ങൾ ഗവൺമെൻറ് കൃത്യമായി പരിശോധിക്കുകയും ബന്ധപ്പെട്ടവരുടെ നടപടി സ്വീകരിക്കുകയും ആ രംഗത്ത് നിക്ഷേപകർക്ക് ഇതിനോടകം 143 കോടി രൂപ തിരിച്ചു കൊടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. 143 കോടി രൂപ തിരിച്ചു കൊടുക്കുക മാത്രമല്ല, അവിടെ സാധാരണഗതിയിൽ വായ്പയായി സാധാരണഗതിയിൽ അവിടെ നിക്ഷേപം എന്ന് തുടങ്ങി അവിടെ പ്രവർത്തനം ബാങ്ക് സാധാരണഗതിയിലായിരിക്കുന്നു. അതുകൊണ്ട് കരിവന്നൂരിനെ കുറിച്ച് ഇനി നിങ്ങൾ ഈ ആക്ഷേപം പറയുമ്പോൾ നിങ്ങൾ കൈകാര്യം ചെയ്തിരുന്ന സംഘങ്ങളിലെ ഞാൻ ഈ സൂചിപ്പിച്ച സ്ഥലങ്ങളിലെ കാര്യങ്ങളൊന്ന് അന്വേഷിക്കുന്നതാണ് ഏറ്റവും നന്നായിരിക്കുക എന്ന് വിനയപൂർവ്വം അങ്ങേ അറിയിക്കുക. അതുകൊണ്ട് ഈ മുന്നോട്ട് ചെയ്യാൻ ഞാൻ ഒരു 5 മിനിറ്റ് കൂടെ എനിക്കൊരു വകുപ്പ് കൂടെ ഉണ്ട്, അതുകൊണ്ട് ഒന്ന് പറയണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യം അദ്ദേഹം പറഞ്ഞതിന് മറുപടി പറഞ്ഞു പോവുകയാണ്, അല്ലാതെ ഞാൻ മറ്റൊരു രൂപത്തിലേക്ക് കിടക്കില്ല. അപ്പോൾ പറയുകയാണെങ്കിൽ എല്ലാം പറയണം. ഞാൻ ഈ കാര്യത്തിൽ പറയുന്നു, ഒറ്റപ്പെട്ട രൂപത്തിലുള്ള അനഭിലഷണീയമായ പ്രവണതകൾ
ഏത് സംഘത്തിലുണ്ടായാലും അത് LDF-ൻ്റെതായിരുന്നാലും UDF-ൻ്റെതായിരുന്നാലും BJP-യുടേതായിരുന്നാലും രണ്ടും നമ്മൾ അപലനീയമായി കാണുന്നു. ആ തെറ്റുകാരെ നിയമത്തിൻ്റെ ദൃഷ്ടിയിൽ കൊണ്ടുവരും, ശക്തമായ നടപടി സ്വീകരിക്കും, സംഘങ്ങളെ രക്ഷിക്കാനുള്ള സമീപനം സ്വീകരിക്കും. പക്ഷേ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ ഈ കാര്യത്തിൽ ആത്മപരിശോധനയോട് നടത്തിക്കൊണ്ടായിരിക്കണം ഈ ഒരെണ്ണത്തെ മാത്രം ആക്ഷേപിക്കാൻ വരിക എന്ന കാര്യമാണ് വിനയപൂർവ്വം അറിയിക്കാനുള്ളത്. പിന്നീട് ഇവിടെ സൂചിപ്പിക്കപ്പെട്ട ചില പ്രശ്നങ്ങളിൽ സഹകരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവസാനമായി പറഞ്ഞപ്പോഴും നമ്മൾ വീടുകളിലേക്ക് പോകുന്ന ജപ്തി നടപടി, ആ കാര്യത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പ്രഖ്യാപനങ്ങളിൽ ഒരു അണുവിട വിതലിക്കുന്ന പ്രശ്നമില്ല. മറ്റൊന്നുമല്ല, വീടുകളിൽ നിറക്കി വിട്ടുകൊണ്ടുള്ള ജപ്തി ഒഴിവാക്കണമെന്നുള്ളത് PACs, അത് സഹകരണത്തിൻ്റെ മാത്രം നടക്കുകയുള്ളൂ. അതേസമയത്ത് അർബൻ ബാങ്കുകളുടെ സർഫാസി ആക്റ്റാണ് ആപ്ലിക്കബിൾ. സർഫാസി ആക്ട് ആപ്ലിക്കബിൾ ആയിട്ടുള്ളിടത്തൊക്കെ കോടതിയുടെ തീരുമാനിച്ചുള്ള നടപടിയാണ് സ്വീകരിക്കുക. ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞ ആ നയത്തിൽ തന്നെയാണ് സഹകരണ വകുപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ അവർക്ക് വീട് ഒഴിവാക്കി കൊടുത്തുകൊണ്ടായിരിക്കണം ജപ്തി എപ്പോഴും വരിക എന്ന കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. അത് തുടർച്ചയായി ആ നടപടി സ്വീകരിച്ച് മുന്നോട്ട് പോകും എന്ന് തന്നെ ഇവിടെ സൂചിപ്പിക്കുകയാണ്. പിന്നീട് ഇവിടെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഭാവിയിൽ നടപ്പാക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. മറ്റു കാര്യങ്ങളെല്ലാം വിശദീകരിക്കാൻ നിൽക്കുന്നില്ല. ഞങ്ങൾ ഈ മേഖലയിൽ പുതിയതായി ആരംഭിക്കുന്ന ഒട്ടനവധി നൂതനമായ പദ്ധതികളുണ്ട്. 2 റൈസ് മില്ലുകൾ, നെല്ല് സംഭരണ സംസ്കരണ വിപണന സംഘങ്ങൾ എന്ന രൂപത്തിൽ, ഒന്ന് കാപ്പോസും ഒന്ന് പാപ്കോസും. അതിലൊന്ന് പാലക്കാടാണ്, 2 കോട്ടയത്താണ്, 2 ഓൺഗോയിങ് പ്രോജക്റ്റാണ്. സമീപകാല ഭാവിയിൽ അത് തീരും. അക്ഷര മ്യൂസിയം കോട്ടയത്ത് ഒരുപക്ഷെ ഇന്ത്യ ചരിത്രത്തിൽ ആദ്യമായി ഭാഷയുടെ ഉൽപ്പത്തിയെ സംബന്ധിച്ച് നാളെ വരെയുള്ള എങ്ങനെയാണ് മനുഷ്യൻ ആംഗ്യഭാഷകളിൽ നിന്ന് സംസാര ഭാഷയിലേക്ക് വന്നത്, ആ സംസാര ഭാഷ എങ്ങനെയാണ് അക്ഷരങ്ങളായി രൂപാന്തരപ്പെട്ടത്, ആ അക്ഷരങ്ങൾ എങ്ങനെയാണ് വാക്കുകളായി രൂപാന്തരപ്പെട്ടത്, ആ വാക്കുകൾ എങ്ങനെയാണ് വാചകങ്ങളായി രൂപാന്തരപ്പെട്ടത്, ആ രൂപത്തിൽ ഭാഷയുടെ വികാസവും അതിൻ്റെ പരിണാമവും ഏതാണ്ട് ഇന്ത്യയിലെ 600 ഭാഷകളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള അക്ഷര മ്യൂസിയം സഹകരണ മേഖലയിൽ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു. 6000-ഓളം ലോകത്തിലെ ഭാഷകളെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളിപ്പോൾ അതിൻ്റെ 1ാം ഘട്ടം പൂർത്തീകരിച്ചു. അതിൻ്റെ 2-3 ഘട്ടങ്ങളിലേക്ക് വരികയാണ്. അങ്ങനെ സഹകരണ മേഖലയിൽ അക്ഷര മ്യൂസിയം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും ഒട്ടനവധി നൂതനമായ ആശയങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. അതിൻ്റെ ഭാഗമാണ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും അതിൻ്റെ വിപണിയും അതിൻ്റെ കയറ്റുമതിയും അടക്കമുള്ള പ്രശ്നങ്ങൾ. ഇതെല്ലാം വരുന്ന സഹകരണ എക്സ്പോയിൽ ഞങ്ങൾ വിഭാവനം ചെയ്യുന്ന രൂപത്തിൽ പ്രദർശിക്കുകയും വിഭജിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യും എന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുകയാണ്. മറ്റൊന്ന്, പോർട്ടുമായി ബന്ധപ്പെട്ട് ഇവിടെ ഉന്നയിക്കപ്പെട്ട ചില പ്രശ്നങ്ങളാണ്. ആ പ്രശ്നങ്ങളിൽ ബഹുമാനായ മഞ്ഞളാംകുഴി അലി സൂചിപ്പിച്ചത്, ഈ രംഗത്ത് ഒരു പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹം അവിടെ പോരായ്മയുണ്ടെന്ന് പറഞ്ഞത് ഫയർ എഞ്ചിൻ്റെ പ്രശ്നങ്ങളാണ്. അവിടെ പ്രവർത്തിക്കുന്നത് ഒരു ഫയർ എഞ്ചിനെ ആസ്പദമാക്കിയല്ല. NFPA എന്ന് വെച്ചാൽ ഫയർ സേഫ്റ്റി ഇൻഫ്രാസ്ട്രക്ചർ നാഷണൽ ഫയർ പ്രൊട്ടക്ഷൻ അസോസിയേഷൻ, അതിൻ്റെ നിയന്ത്രണത്തിലാണ് യഥാർത്ഥത്തിൽ NSPC ഈ പോർട്ടുമായി ബന്ധപ്പെട്ട ഫയർ സിസ്റ്റത്തെ സംബന്ധിച്ച് പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുക. അതുകൊണ്ട് ഈ പോരായ്മ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് കുറവല്ല എന്ന കാര്യം എടുത്തു സൂചിപ്പിക്കട്ടെ. മറ്റൊന്ന്, വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് ഇവിടെ വിവാദങ്ങൾ ഉയർന്നു വരുമ്പോൾ വീണ്ടും ബഹുമാനായ വിഷ്ണുനാഥ് വീണ്ടും ആവർത്തിച്ചുറപ്പിച്ച് പറഞ്ഞു, അതെടുക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേരാണ് നിഴലിച്ചു വരിക. കൃത്യമായി ആ പ്രദേശത്തുനിന്ന് പോയാൽ, ഇല്ലെങ്കിൽ സംസാരിക്കുന്ന ചിത്രങ്ങൾ ഞാൻ തരാം. 2010 ആഗസ്റ്റ് മാസം 10-ാം തീയതി 5 മണിക്ക് ബഹുമാനായ മുൻ മുഖ്യമന്ത്രി അഭിനന്ദനായ VS അച്യുതാനന്ദനാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ഔപചാരികമായി ആദ്യം ഉദ്ഘാടനം ചെയ്തത്. അതിൽ അധ്യക്ഷത വഹിച്ചത് അന്നത്തെ തുറമുഖ വകുപ്പ് മന്ത്രിയായിരുന്ന സഹ വിജയകുമാറാണ്. ആ യോഗത്തിൽ പങ്കെടുത്ത ആളാണ് നമ്മുടെ വിൻസെൻ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ. അതുപോലെ ബഹുമാനപ്പെട്ട അന്നത്തെ പ്രതിപക്ഷ നേതാവിനെയും ക്ഷണിച്ചിരുന്നു. അതിൻ്റെ ചിത്രം ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ആദ്യം ആരാണ് വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ഉദ്ഘാടനം ചെയ്തത്? ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനാണ്. അതിനു മുമ്പ് തന്നെ ബഹുമാനായ EK നായരുടെ കാലഘട്ടത്തിൽ തന്നെ ഒരു ആശയം വന്ന് പഠനത്തിന് വേണ്ടി ഒരു കമ്മീഷൻ നിയോഗിച്ചു. ആ കമ്മീഷൻ കൊണ്ടുവന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് ശ്രീ വിജയകുമാർ തുറമുഖ മന്ത്രി ആയിരിക്കുമ്പോൾ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി VS ആയിരിക്കുമ്പോൾ അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ നടത്തി. അവസാനം പോർട്ടിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം, കമ്പനി ഉദ്ഘാടനം ചെയ്തതിന് ശേഷം ടെൻഡർ ചെയ്തു. ആ ടെൻഡർ നടപടിക്രമത്തിൽ യഥാർത്ഥത്തിൽ ആന്ധ്രാപ്രദേശിൽ ഒരു കമ്പനി അതെടുത്തപ്പോൾ അവരുടെ സാങ്കേതിക ഉപദേശം എല്ലാം ചൈനീസ് കമ്പനിയാണ് എന്ന് പറഞ്ഞിട്ടാണ് ബഹുമാനപ്പെട്ട അന്നത്തെ കേന്ദ്ര പ്രതിരോധ മന്ത്രി ആൻ്റണി അതിന് അനുമതി നിഷേധിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ വിഴിഞ്ഞം ഇൻ്റർനാഷണൽ പോർട്ട് ആരാണ് ആദ്യം തുടങ്ങിയത്?
ഇപ്പോൾ ഇവിടെ ഒരു തർക്കമിട്ടു എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്കും തർക്കമേ അല്ലേ, എഗ്രിമെൻ്റ് ഉണ്ടാക്കി. ആ എഗ്രിമെൻറ്റിൽ ഞങ്ങൾ സമരം ചെയ്തത് ആ എഗ്രിമെൻറ്റിൻ്റെ ഉള്ളടക്കത്തോടാണ്. കേരളത്തിന് സംഭവിക്കാവുന്ന നഷ്ടങ്ങൾ എത്ര വലുതാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ആ എഗ്രിമെൻറ്റിലെ പെശുകളാണ് നമ്മൾ ചൂണ്ടിക്കാണിച്ചത്. എഗ്രിമെൻറ്റിനെ ആയിരുന്നില്ല. എഗ്രിമെൻറ്റിനെയാണ് എതിർത്തിരുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ പിന്നീട് അത് ഏറ്റെടുത്ത് നടപ്പാക്കാൻ മുന്നോട്ട് വരൂ. യഥാർത്ഥത്തിൽ ഇന്ന് വിഴിഞ്ഞം പോർട്ട് യാഥാർത്ഥ്യമായിരിക്കുന്നുവെങ്കിൽ ആ വിഴിഞ്ഞം പോർട്ടിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും പ്രായോഗിക രൂപങ്ങൾ ഉയർത്തി പോർട്ടാക്കി മാറ്റിയത് ഇന്നത്തെ പിണറായി ഗവൺമെൻറ്റാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമില്ല. അതിൽ എല്ലാ അർത്ഥത്തിലും എല്ലാവർക്കും അറിയാം, ഡിസംബർ 3-ാം തീയതിയോടുകൂടി പോർട്ടിൻ്റെ 1-ാം പാർട്ട് കമ്മീഷൻ ചെയ്ത് സർട്ടിഫിക്കറ്റ് അവരെന്നെ തന്നിട്ടുണ്ട്. അവർ ഇക്കാര്യങ്ങളെല്ലാം എടുത്ത് സൂചിപ്പിച്ചിട്ടുണ്ട്. കടന്നു വന്ന സമരങ്ങൾ നമുക്കറിയാം. എത്ര വലിയ ആദ്യം നമുക്കുണ്ടായിരുന്നത് അതിൻ്റെ റോ മെറ്റീരിയൽ കിട്ടാനുള്ള അഭാവങ്ങളായിരുന്നു, പാറയ്ക്ക് ഉൾപ്പെടെയുള്ള അഭാവങ്ങളായിരുന്നു. ആ കരിങ്കല്ല് ഉൾപ്പെടെ കിട്ടാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഈ ഗവൺമെൻറ് ഏറ്റെടുത്തു. രണ്ടാമത് അതിന് മുമ്പിൽ വന്നത് എല്ലാവർക്കും അറിയാം വെള്ളപ്പൊക്കമായിരുന്നു. പിന്നീട് നമുക്കറിയാം കോവിഡായിരുന്നു. ഇങ്ങനെയുള്ള പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും എല്ലാം അതിജീവിച്ചുകൊണ്ടാണ് നിശ്ചയദാർഢ്യത്തോടുകൂടി പിന്നീട് വന്ന സമരം നമ്മൾ ഓർക്കും. ഒരുപക്ഷെ 2-ാം വിമോചന സമരത്തിൻ്റെ കാഹളം ഊരിക്കൊണ്ടായിരുന്നു ആ സമരം വലിയ രൂപത്തിൽ സംഘർഷഭരിതമായ രൂപത്തിൽ വന്നു. അതിനെ അതിജീവിച്ചുകൊണ്ടാണ് ആ പോർട്ട് യാഥാർത്ഥ്യമാക്കുന്ന രംഗത്ത് പിണറായി ഗവൺമെൻറ് മുന്നോട്ട് പോയത്. ആ പോർട്ട് ഇപ്പോൾ കഴിഞ്ഞ ഡിസംബർ മാസം 3-ാം തീയതിയോടുകൂടി 1-ാം ഭാഗം പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതിനോടകം തന്നെ 204ഓളം ഷിപ്പുകൾ വന്നു കഴിഞ്ഞിരിക്കുന്നു. 4 ലക്ഷത്തിൽ പരം കണ്ടെയ്നർ കൈകാര്യം ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ ഷിപ്പുകൾ ഇങ്ങോട്ട് വരാൻ പോകുന്നു മെയ് മാസത്തിൽ. ആ ഷിപ്പ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ വരുന്ന സംബന്ധിച്ച വാർത്തകൾ വരും. ഇപ്പോൾ നമ്മുടെ പോർട്ട് ഇന്ത്യയിലെ നമ്പർ 1 പോർട്ടായി മാറിയത് ഫെബ്രുവരി മാസത്തിലെ കണക്കോടുകൂടിയാണ്. ഫെബ്രുവരി മാസത്തിൽ 40 ഷിപ്പുകൾ വന്നപ്പോൾ ഏതാണ്ട് 78,883 TEU കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു. അപ്പോൾ ഇന്ത്യയിലെ 1-ാമത്തെ പോർട്ടായി ഇപ്പോൾ വിഴിഞ്ഞം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിൻ്റെ 2, 3, 4 ഘട്ടങ്ങൾ നടപ്പാക്കുന്നതിന് വേണ്ടിയുള്ള എഗ്രിമെൻ്റ് ഇപ്പോൾ യഥാർത്ഥത്തിൽ അദാനിയുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയിട്ടുണ്ട്. ആ എഗ്രിമെൻ്റ് അനുസരിച്ച് 2028 വിഴിഞ്ഞം പൂർത്തീകരിക്കും, ആ രൂപത്തിലേക്ക് എത്തിച്ചേരും. അതിന് ആവശ്യമായ പശ്ചാത്തല സൗകര്യം ഒരുക്കുന്ന പ്രവർത്തനവും പോർട്ടുമായി ബന്ധപ്പെട്ട് നമുക്കുണ്ടാവേണ്ട റെയിൽവേ കണക്ടിവിറ്റി, അതോടൊപ്പം തന്നെ നമുക്കുണ്ടാകുന്ന റോഡ് കണക്ടിവിറ്റി ത്വരിതഗതിയിൽ നടപ്പാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചു. 10.7 കിലോമീറ്റർ നമുക്ക് റെയിൽവേ ഉണ്ട്. അതിൽ 9.2 കിലോമീറ്റർ തുരങ്കപാതയാണ്. ആ തുരങ്കപാതയ്ക്ക് ആവശ്യമായ DPR തയ്യാറാക്കി കേന്ദ്രത്തിന് റെയിൽവേ മന്ത്രാലയം അംഗീകാരം കിട്ടി. അതുപോലെ കേന്ദ്രത്തിന് കിട്ടേണ്ട പരിസ്ഥിതി മന്ത്രാലയം അംഗീകാരം കിട്ടി. ഇപ്പം നമുക്ക് ഏറ്റവും അവസാനമായി അതിൻ്റെ പ്രവർത്തനങ്ങൾ ഭൂമി ഏറ്റെടുക്കുന്ന രൂപത്തിലേക്ക് ബാലരാമപുരവും പള്ളിച്ചലും അരിയന്നൂരും ആവശ്യമായ ഭൂമി ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരികയാണ്. ഇതുപോലെ തന്നെയാണ് റോഡ് കണക്ടിവിറ്റിയുടെ പ്രശ്നവും. ഇതിനാവശ്യമായ ഫണ്ട് നമ്മൾ മാറ്റിവെച്ചു, ഭൂമി ഏറ്റെടുത്ത് തുടങ്ങി. ഈ കാര്യത്തിൽ ഏറ്റവും പെട്ടെന്ന് ആ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കും. ഇത് വരുന്നതോടുകൂടി നമുക്കുണ്ടാകാൻ പോകുന്ന അഭിമാനകരമായ നേട്ടം 2035 എത്തുമ്പോഴേക്ക് ലോകരംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തുറമുഖമൊന്നായി വിഴിഞ്ഞം മാറാൻ പോകുന്നു. നിശ്ചയദാർഢ്യത്തോടുകൂടി ഈ ഗവൺമെൻറ് മുന്നോട്ട് പോകും. അതിലൊരു കാലതാമസവും വരുത്തില്ല. കഴിഞ്ഞ 3 ദിവസം മുമ്പ് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെ അനുമതി അടുത്ത ഘട്ടത്തിലേക്കുള്ള നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. മിക്കവാറും ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അടുത്ത ഘട്ടങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും. ഈ തരത്തിൽ നമ്മൾ തുറമുഖവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആഗോളതലത്തിലും ദേശീയ തലത്തിലും നമുക്കേറെ ശ്രദ്ധേയമായി, ഒരുപക്ഷേ സമുദ്രവ്യാപാര മേഖലയിൽ ഈ കേരളത്തെ ലോകത്തിൻ്റെ നെറുകയിലെത്തിക്കുന്ന അന്താരാഷ്ട്ര തുറമുഖമായി വിഴിഞ്ഞം മാറുന്നതോടെ നമുക്കുണ്ടാകുന്ന അഭിമാനകരമായ നേട്ടം ഒരുപക്ഷെ സിംഗപ്പൂരോ മലേഷ്യയോ ഒക്കെ പോലുള്ള വലിയ നേട്ടങ്ങൾ ലോജിസ്റ്റിക് രംഗത്ത് മറ്റു അനുബന്ധ വ്യവസായങ്ങളിൽ ഇപ്പോൾ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ മുൻകൈയെടുത്ത് ഞങ്ങൾ നടത്തിയിട്ടുള്ള കോൺക്ലേവ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ഉണ്ട്. അതിനെല്ലാം ഇൻഫ്രാസ്ട്രക്ചറായി ഈ തുറമുഖ മേഖല മാറുമ്പോൾ കേരളത്തിലെ മറ്റ് 17 നോൺ മേജർ തുറമുഖങ്ങൾ കൂടി ബന്ധിപ്പിച്ചുകൊണ്ടുള്ള സർവീസുകൾ ചരക്ക് ഗതാഗത രംഗത്ത് നടപ്പാക്കാൻ വേണ്ടിയുള്ള ഉള്ളടക്കവും ഇതിനോടകം തന്നെ പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. മാരിടൈം ബോർഡിൻ്റെ കീഴിൽ ആ പ്രവർത്തനങ്ങൾ ഭംഗിയായി ഫലപ്രദമായി നടന്നു വരികയാണ്. ആ നിലയിൽ നമുക്ക് ചരക്ക് ഗതാഗതത്തിൻ്റെ രംഗത്ത് മുന്നേറ്റം കൈവരിക്കുന്ന പോലെ തന്നെ ക്രൂയിസ് ഷിപ്പുകളുടെ പ്രവർത്തനങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള പദ്ധതികൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. ആ നിലയിൽ ഈ പദ്ധതികൾ പൊഴുതിലെടുക്കുമ്പോൾ വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള ഈ പുരോഗതിയുടെ എല്ലാ അടിസ്ഥാനം ഒരു തറക്കല്ലിട്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയാൻ ഇവിടെ ബഹുമാനായ നെന്മാറ ബാബു സൂചിപ്പിച്ച പോലെ പാലക്കാട് കോച്ച് ഫാക്ടറിക്ക് ഒരു തറക്കല്ലിട്ടത് ഇപ്പോഴും കാക്കയും കഴുകനും ഒക്കെ അവിടെ പ്രധാനമായി കാഷ്ടിക്കുന്ന രൂപത്തിലേക്ക് നിൽക്കുന്ന ഒരു തറക്കല്ല് പാലക്കാട് കോച്ച് ഫാക്ടറിയുടെ ഉണ്ട്. അത് ഓർക്കുന്നത് നന്നായിരിക്കും.
കല്ലിട്ടാൽ കാര്യങ്ങൾ നടക്കും എന്ന് മനസ്സിലാക്കുന്നവർ. അതുകൊണ്ട് കല്ലിട്ടാലല്ല കാര്യങ്ങൾ നടക്കുക. പ്രായോഗിക പ്രവർത്തന രംഗത്ത് കരുത്തും കർമ്മശേഷിയും ഇച്ഛാശക്തിയും ദിശാബോധത്തിലൂന്നിയുള്ള പ്രവർത്തനം ഉയർത്തിക്കൊണ്ട് വരുമ്പോഴാണ് ഒരു പദ്ധതി യാഥാർത്ഥ്യമാകുക. ആ പദ്ധതി യാഥാർത്ഥ്യമാക്കിയത് 1ഉം 2ഉം പിണറായി സർക്കാരാണ് എന്ന അഭിമാനത്തോടെ ഈ സഭയിൽ സൂചിപ്പിക്കുന്നു. ഭാവി പ്രവർത്തനങ്ങളും ആ രൂപത്തിൽ നടപ്പാക്കുമെന്ന് ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ ഡിമാൻഡുകൾ അംഗീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുക.